അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണുള്ളത്. വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് റേഷൻ കടയിലെ കിറ്റിൽ കിട്ടുന്ന വൻപയറില്ലേ, അതിനെക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 കപ്പ് വൻപയർ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് പ്രഷർ കുക്കറിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നാല് വിസിൽ കഴിഞ്ഞിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണിഞ്ഞിട്ടുണ്ടാവും. ഇത് തുറന്ന് നോക്കാം. നല്ലപോലെ ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരു അരിപ്പിയിലിട്ടിട്ട് ഊറ്റിയെടുക്കാം. വേവിച്ച് വൻപയർ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മാഷ് ചെയ്തെടുക്കാം. വൻപയർ നല്ലപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചെടുത്തിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂണ്, 2 ചെറിയ പച്ചമുളക് ചെറുതായി മുറിച്ചത്, മല്ലിയില, കറിവേപ്പില, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എല്ലാ മസാലയും ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലറ്റിന് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. ബാക്കിയെടുക്കാം. അതിനോട് ഞാൻ കുറച്ച് ഓയിൽ കൈക്ക് പരത്തിയിട്ടുണ്ട്. കുറച്ചധികം തന്നെ എടുക്കാം. വെളിങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് ഉള്ളം കയ്യിലിട്ടിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കാം. മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കാം. കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് ഓണാക്കി ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. വെന്തതായതുകൊണ്ട് തന്നെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ ആദ്യം പയർ വേവിച്ചതാണല്ലോ. എന്നിട്ട് ഇതിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഈ 1 മിനിറ്റ് ഒരു ഭാഗം നമുക്ക് വേവിക്കാം. അതിന് ശേഷം നമുക്ക് മറിച്ചിടാം. തിരിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വൻപയറിൻ്റെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. വൈകുന്നേരത്തെ ചായക്ക് നല്ലൊരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാ അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.